കുടുംബ മഹിമയൊക്കെ പെൺപിള്ളേർ പറയുന്നത് കേട്ടല്ലോ. അയാൾ നല്ല കുടുംബത്തിലെ ചെറുക്കനാ. അവരെങ്ങനെയും ജീവിച്ചോട്ടെ, കുടുംബത്തിൽ കയറ്റാൻ കൊള്ളൂല്ലോ എന്നൊക്കെ പറഞ്ഞ ശരിയാണ്. അതിന് പെണ്ണ അഹങ്കാരിയാണ്. കുടുംബമല്ലേ, കുടുംബത്തിൽ ഇപ്പൊ തട്ടയും മുട്ടയും എല്ലാം ഉണ്ടാകും. അത് അങ്ങോട്ട് വിട്ട് കളയണം. ഇടന്റ് കൊടുക്കണത് ശരിക്കും പറഞ്ഞ അനീഷാണ്. അനുമോളുടെ വായെന്ന് പറഞ്ഞ ചില സമയത്തുള്ള വർത്തമാനം കേട്ട് തല്ലാൻ തോന്നും. നവീനൊക്കെ വെറുതെയാണ് കട്ടീനാ നടക്കണത്. കളിയാ കൊള്ളൂല. ബിഗ് ബോസ് കൊള്ളൂല അല്ലേ? സീസൺ അമ്മ ആരെയാണ് ബിഗ് ബോസിൽ ഇഷ്ടം? ആരാണ് ബിഗ് ബോസിൽ ഇഷ്ടം? പേര് എനിക്ക് ശരിക്കും അറിയില്ല. ഒരു സൈലന്റ് ആയ ഒരു പയ്യനുണ്ടല്ലോ, എന്തോ പ്രമീഷ. പേര് അറിയില്ല. അനീഷ് സൈലന്റ് ആയിട്ട് തോന്നിയോ? സൈലന്റ് അല്ല, എന്നാലും ഒരു ഇടങ്കോലിടും. കൊടുക്കണത് അനീഷും ഉണ്ട്, അനുമോളും ഉണ്ട്. ഇവര് രണ്ടുപേരുമാണ് കണ്ടന്റ് കൊടുക്കണത്. ബാക്കിയുള്ളതൊക്കെ വെറുതെ. അക്ബർ അവരൊക്കെ വെറുതെയാണ്. അത് എനിക്ക് തോന്നുന്നില്ല ഫൈനലിൽ ഒനിൽ ബാബു കരയുന്നുണ്ടല്ലോ. ഒരു പെണ്ണിനെ ഇങ്ങനെ വീഴാൻ പോയപ്പോ അയാൾ പിടിച്ചെന്ന് പറഞ്ഞ അയാളെ ആക്ഷേപിക്കുന്നില്ലേ? അങ്ങനെ ചെയ്യില്ല. അയാൾ തറവാട്ടുകാരനാ. കുടുംബ മഹിമയൊക്കെ പെൺപിള്ളേർ പറയുന്നത് കേട്ടല്ലോ. അയാൾ നല്ല കുടുംബത്തിലെ ചെറുക്കനാ. ചെറുക്കൻ നല്ല കുടുംബത്തിലെയാ. ആ പെൺകുട്ടി എങ്ങനെയുണ്ട് ലക്ഷ്മി എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ തുടക്കം പോലെ നെഗറ്റീവ്? അത് ശരിയല്ല. ഒക്കെ ആണിന്റെ ഒരു പവറാണ്, ഒരു ആൺകുട്ടിയുടെ പവറാണ് അവക്കുള്ളത്. ഇപ്പം നമ്മുടെ കുടുംബക്കാരും ഇല്ലെങ്കിൽ ആണുങ്ങളും പെണ്ണുങ്ങളാണ്. അവർ ഒന്നിച്ച് കിടക്കും, ഒന്നിച്ച് മുട്ടും തട്ടും മുട്ടയൊക്കെ ചെയ്ത പ്രശ്നങ്ങളുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യവും ബിഗ് ബോക്സ് ഞങ്ങൾ കണ്ടിട്ടോ ഒരു പ്രശ്നമില്ല. ഇതൊരു പിടിച്ച കുട്ടിയാണെങ്കിൽ ഇങ്ങനെ പിടിച്ച കുട്ടി അത് ആ കൊച്ചു സൈലന്റ് ആയിട്ട് ആരോടും പറയണ്ടെന്ന് പറഞ്ഞ ആ പെണ്ണിനോട് എന്ന് പറഞ്ഞ ആ പെണ്ണ ഫ്ലാഷ് ആക്കി പബ്ലിക്കാക്കി. കുടുംബമല്ലേ, കുടുംബത്തിൽ ഇപ്പൊ തട്ടയും മുട്ടയും എല്ലാം ഉണ്ടാകും. അത് അങ്ങോട്ട് വിട്ട് കളയണം. അപ്പൊ അതാണ് ഒരു ഗെയിം. ഇതാ ഒനിലിനെ പറഞ്ഞത് ആർക്കും ഇഷ്ടമില്ല. ഞങ്ങളും കൊച്ചിക്കാരാണ്, ഞങ്ങളുടെ പരിസരത്തുള്ള ഒനിൽ. അതിന്റെ അപ്പന്റെ പേര് സാബു. ഞങ്ങളെല്ലാം ഫാമിലി മൊത്തം അറിയണ ആൾക്കാരാണ്. പക്ഷെ ആ ഒനിലിനെ പറഞ്ഞത് നല്ല കുടുംബത്തിൽ നിന്ന് വരണോ, നല്ല കുടുംബക്കാർ തന്നെയാണ്. ആദ്യം മസ്താനി അതിനെതിരെ സംസാരിച്ചില്ല. പിന്നെ ഈ ലക്ഷ്മി എന്നുള്ള പെൺകുട്ടി പറഞ്ഞതിന് ശേഷമാണ് ആള് മുന്നോട്ട് വന്നത്. അത് ലക്ഷ്മിക്ക് പറയേണ്ട ആവശ്യമില്ല. അതവിടെ പറയേണ്ട ആവശ്യം. ശരിക്കും അപമാനിക്കാൻ വേണ്ടി മാത്രം ഒരു കരുതി കൂട്ടി ചെയ്തതല്ലേ? കൊടുക്കാൻ വേണ്ടിയാണ് ലക്ഷ്മി അതൊരു പറഞ്ഞത്. പക്ഷെ അതൊരു കണ്ടന്റ് ആയിട്ട് ആർക്കും തോന്നിയില്ല. അഹങ്കാരി. അതിന് പെണ്ണ അഹങ്കാരിയാണ്. ലക്ഷ്മി പറയണ എന്റെ മക്കൾ ഇത് കാണണല്ലേ, കുടുംബം കാണണല്ലേ. പക്ഷെ ലക്ഷ്മി പറയണതും അവർ കേൾക്കണല്ലേ, കുടുംബം കാണണല്ലേ. അപ്പൊ ലക്ഷ്മിക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ അത് അവിടെ നിർത്തുക. അല്ലാതെ എന്നെ തൊടാൻ പോലെ ആ ആദിലിനെ നൂറിനെ എന്തിനാ കുറ്റം? അവരവരുടെ ജീവിതം നടക്കട്ടെ. അവര് പെണ്ണുങ്ങളല്ലേ, അവർക്ക് അവരെങ്ങനെയും ജീവിച്ചോട്ടെ. കുടുംബത്തിൽ കയറ്റാൻ കൊള്ളൂല്ലോ എന്നൊക്കെ പറഞ്ഞ ശരിയാണ്. അത് തെറ്റല്ലേ? അതൊക്കെ നമുക്ക് ലക്ഷ്മിയോടുള്ള വിരോധം. അപ്പൊ നിങ്ങൾ എല്ലാരും പറഞ്ഞ ആര് ജയിക്കണം നിങ്ങളുടെ ആഗ്രഹം? അതില് കണ്ടന്റ് കൊടുക്കണത് ശരിക്കും പറഞ്ഞ അനീഷാണ്. അനീഷാണ് അതിൽ നല്ല ഒരു കണ്ടന്റ് ആയിട്ട് കൊടുക്കണത്. പിന്നെ ചിലപ്പോൾ അനീഷിന്റെ വാക്ക് ഒരു പോയിന്റ് ഒന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നീട്ടി വരിച്ചങ്ങ് കൊണ്ടുപോകും. അതിൽ കണ്ടന്റ് കൊടുക്കണം അനീഷ. അനുമോളും കൊടുക്കണ്ട്. അനുമോളുടെ വായെന്ന് പറഞ്ഞ ചില സമയത്തുള്ള വർത്തമാനം കേട്ട് തല്ലാൻ തോന്നും. ആദിലനൂറൊക്കെ ഒരു ഫാൻസ് ബേസ് വേറെ ഉണ്ടോ? ആദിലനൂർ അവർ രണ്ടുപേരും അതെന്ത് തോന്നുന്നു? ആദിലനൂറൊക്കെ നമ്മൾ ഈ ബിഗ് ബോസിൽ ആദിലനൂറിനെ ആദ്യമായിട്ട് കാണുന്നത് തന്നെ. പക്ഷെ അവരും നല്ല ഗെയിമായിട്ടാണ് കളിക്കണത്. നവീനൊക്കെ വെറുതെയാണ് കട്ടീന നടക്കണത്. തക്കാളിയൊക്കെ കട്ടീനത്. നവീനൊക്കെ നമ്മുടെ വീട്ടിൽ കട്ടീനാണ് കുറെ ആൾക്കാർ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഓവറാണ്. അവൻ ഞാനിരുന്ന് കാണുമ്പോ ചോദിക്കണ്ടത് ഇവന്റെ വീട്ടിൽ ഇതൊന്നും കിട്ടാത്ത സാധനമാണ് ഇവിടെ വന്നിട്ട് ഈ ആർത്തി കൊണ്ട് കാണിക്കണേ. എല്ലാ സാധനവും കൊണ്ട് ഒളിച്ചു വെച്ചിട്ട് ആ ഷെഡ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കട്ടീനേണ്ട ആവശ്യമൊന്നുമില്ല. വിശക്കണമെങ്കിൽ നമ്മൾ ചോദിക്കുക, അല്ലെങ്കിൽ ചോദിച്ച് മേടിക്കുക. ഇത് എല്ലാരും കിടന്നുറങ്ങുമ്പോ ഒന്നെങ്കിൽ അനീഷ അല്ലെങ്കിൽ അനുമോളും രണ്ടുപേരും. വേസ്റ്റ് കണ്ട നവീനുണ്ട്. പിന്നെ എന്താണ് അവക്കടെ പേര്? മസ്താനി. കൊള്ളൂല. സീസൺ 7 ഈ പ്രാവശ്യത്തെ കളിയാ കൊള്ളൂല. ബിഗ് ബോസ് കൊള്ളൂല അല്ലേ? സീസൺ അഖിൽമാരുടെ ശോഭനയൊക്കെ വന്ന ആ ബിഗ് ബോസ് സൂപ്പർ
സൂപ്പറായിരുന്നു. അഖിൽമാരുടെയും ശോഭനയൊക്കെ ആയിട്ടുള്ള അത് നമുക്കൊരു ഫിലിം കാണുന്ന പോലെ ആയിരുന്നു അവരുടെ ആ ഗെയിമും നല്ല ബിഗ് ബോസ് നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. ഇതെല്ലാവരും ഇച്ചിരി നെഗറ്റീവ് ഇതെല്ലാം ഒരുമാതിരി കച്ചറ വെച്ചിട്ടാണ് ബിഗ് ബോസ് കളിക്കുന്നത്. ഇതില്ല ഗെയിം കളിക്കണ അങ്ങാടി ഇങ്ങനെ പാര വെച്ചിട്ടുള്ള കളികളാണ്. ഗ്രൂപ്പീസും ഇല്ല ഇവിടെ, ഗ്രൂപ്പീസ് ഇല്ല. എന്നാലും അപ്പാനി പോയപ്പോ ഗ്രൂപ്പിസം പൊളിഞ്ഞു. അപ്പാനി നല്ല ഗെയിമറാണ്, പക്ഷെ അവനാ ശരിക്കും പറഞ്ഞാ ഔട്ടാക്കി കളഞ്ഞു. ആയിക്കോട്ടെ, താങ്ക് യു. ഇനി ഇങ്ങനത്തെ കളി കളിക്കാണ്ടിരിക്കുന്നത് ഇന്ന് ഇടാട്ടോ, യൂട്യൂബിൽ ഇടൂട്ടോ. എന്തോ ചേച്ചി ഈ തവണത്തെ ബിഗ് ബോസ് കാണാറുണ്ടോ? കാണാറുണ്ട്. ആരെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ്? ഷാനവാസ്. എന്താ ഷാനവാസിന് ഇഷ്ടപ്പെടാൻ കാരണം? നല്ലൊരു ഗെയിം കളിക്കുന്നുണ്ട്. അതല്ലേ ഈ ഒനിലിനെതിരെ ലക്ഷ്മി മസ്താനിയൊക്കെ കൂടി ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അവർ ദേഹത്ത് പിടിച്ചു എന്നൊക്കെ പറഞ്ഞൊരു ഒരു ഒരു സാധനം അവരുണ്ടാക്കി. അത് കേട്ടപ്പോൾ കണ്ടപ്പോൾ എന്ത് തോന്നി? രണ്ടുപേരും പുറത്താക്കണമെന്ന് തോന്നി. എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ? കാരണം മസ്താനി ആദ്യ സമയത്ത് അതിനെതിരെ പ്രതികരിച്ചില്ല, പിന്നീടാണ് പ്രതികരിച്ചത്. എന്തായിരിക്കും അവരുടെ ഗെയിം ഭാഗമാണോ അതോ ഒരാളെ നശിപ്പിക്കണം, അവരെ പുറത്താക്കാനൊരു ധാരണയിലാണോ അവരങ്ങനെ ചെയ്തത്? അല്ലേ, ഇപ്പോൾ പ്രേക്ഷകർ നിന്നിട്ട് ചേച്ചിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞത് എന്തുകൊണ്ട് ചേച്ചിയുടെ മനസ്സിലുള്ളത് എന്താണെന്ന് പറഞ്ഞത്? അവനെ പുറത്താക്കാൻ നോക്കണമെന്നൊരു ഇത് തോന്നി. ആണല്ലേ, അപ്പോൾ അവർ പുറത്താക്കണം എന്നാണ് ചേച്ചി. ഇനിയിപ്പോൾ അടുത്ത എലിമിനേഷനിൽ ആര് പോകണം എന്നാണ് ചേച്ചിയുടെ ഒരു ആഗ്രഹം? ലക്ഷ്മി മസ്താൻ രണ്ടുപേരും പോകണം. മസ്താനും ലക്ഷ്മിയും പോകണമെന്ന് ആഗ്രഹം. ഓക്കെ, കപ്പ് ആരടിക്കണം എന്ന് ആഗ്രഹം? ഷാനവാസ്. ഓക്കെ. നൂറ ആദിലയുടെ അവരെയും ഇതുപോലെ തന്നെ കുറ്റപ്പെടുത്തി അവർ സംസാരിച്ചു, വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തതെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ മോഹൻലാൽ ഇന്നലെ വന്നപ്പോൾ അവരെ ന്യായീകരിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. ചേച്ചിക്ക് അത് കണ്ടപ്പോൾ ഒരു റൊമാൻറ്റിഫിക്കേഷൻ സീനായിട്ട് തോന്നിയത് കണ്ടപ്പോൾ? സങ്കടം വന്നു. അവര് അങ്ങനെയൊക്കെ പറയണ്ടായിരുന്നു, പക്ഷെ സങ്കടം വന്നു. അത്രയുള്ളൂ. അപ്പോൾ അവരെ പുറത്താക്കണം എന്നാണ് ചേച്ചിയുടെ ആഗ്രഹം? അവരെ ആദ്യം ഇങ്ങനെ പുറത്താക്കണ്ട, ഈ പറഞ്ഞ മസ്താനിനെ ലക്ഷ്മിനെയും പുറത്താക്കണം. അനുമോളുടെ ഗെയിം കുഴപ്പമില്ല, നല്ലതായിട്ട് കളിക്കുന്നുണ്ട് അവള്. ഓക്കെ ചേച്ചി, താങ്ക് യു.